ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടു. ഞാനിന്ന് നിൽക്കുന്നത് ആര്യനാടിനും ബിദിരയ്ക്കും ഇടയ്ക്കുള്ള ചിറ്റിപ്പാറ എന്ന സ്ഥലത്താണ്. ആര്യനാട് നിന്നും ബിദിരയ്ക്ക് പോകുന്ന എല്ലാവർക്കും മലയടി എത്താറാവുമ്പോൾ കാണാൻ കഴിയും അങ്ങ് ദൂരെ മുകളിലായി അടർന്നു വീഴാറായ ഒരു പാറ ഇരിക്കുന്നത്. അതിനെയാണ് ചിറ്റിപ്പാറ എന്ന് വിളിക്കുന്നത്. ബ്ലോഗർമാർ ഇഷ്ടംപോലെ റീൽസുകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാനിന്ന് വന്നത് ഈ ചിറ്റിപ്പാറ ആ കാണുന്ന ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ മുമ്പൊരിക്കൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ പൊങ്കാലയും കാര്യങ്ങളെല്ലാം. പക്ഷേ ഇന്ന് വന്നത് ഈ ചിറ്റിപ്പാറയും ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അവിടുത്തെ ചരിത്രമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത് ചിറ്റിപ്പാറ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലെ കാഴ്ചകൾ. ഞാൻ ചിറ്റിപ്പാറ ശ്രീ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രസിഡന്റാണ്. ഇവിടെ അംബാസമുദ്രം മുതൽ കന്യാകുമാരി വരെ തിരുവിതാംകൂർ ദേശമായിരുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ തെക്കേ സൈഡ് എന്ന് പറയുന്നത് കൂടുതലും ആയിരവല്ലി ക്ഷേത്രങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. ആയിരവല്ലി ദേവൻ കുടികൊള്ളുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചിറ്റിപ്പാറ ക്ഷേത്രം. ഈ ആയിരവല്ലി ക്ഷേത്രങ്ങളിൽ ഒരു മൂല സ്ഥാനമാണ് ചിറ്റിപ്പാറ ശ്രീ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലുള്ളത്. ഈ പ്രദേശത്ത് എവിടെ ഉത്സവങ്ങളോ എന്തോ ഉണ്ടെങ്കിലും ചിറ്റിപ്പാറയിൽ വന്ന് അവർ നടക്കി കാണിക്ക വെച്ചാണ് ഉത്സവങ്ങൾ എല്ലായിടത്തും തുടങ്ങുന്നത്. അശരണർക്കെന്നും ആശ്രയമാകും ആയിരവില്ലേ തമ്പുരാനേ, നിത്യദുഃഖങ്ങൾ മാറ്റിത്തരുന്ന ചിറ്റിപ്പാറ വാഴും തമ്പുരാനേ. ഈ ക്ഷേത്രത്തിന് തലമുറ പഴക്കമുണ്ട്. ഞാൻ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ചിറ്റിപ്പാറയോട് ചേർന്ന് കാണുന്ന ആലിൻ്റെ മുട്ടിലാണ് ആദ്യം ഇവിടെ വിളക്ക് കത്തിച്ചു തുടങ്ങിയത്. അവിടെ വിളക്ക് കത്തിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന അവസരത്തിലാണ് ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ക്ഷേത്ര കാമ്പൗണ്ട് ക്ഷേത്രം നിർമ്മിക്കാനുള്ള കാരണമായത്. ഗോത്ര ആചാരപ്രകാരമുള്ള എല്ലാ പൂജാതി കർമ്മങ്ങളും ഇവിടെ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലുമാണ് ഇവിടുത്തെ പൂജ എന്ന് പറയുന്നത്. വ്രതം നോറ്റു മല കയറി വരുവോർക്കെല്ലാം അനുഗ്രഹം നൽകണേ ഭഗവാനേ. വ്രതം നോറ്റു മല കയറി വരുവോർക്കെല്ലാം അനുഗ്രഹം നൽകണേ ഭഗവാനേ. കരുണാസാഗരമേ പരമേശ്വരനേ, കരുണാസാഗരമേ പരമേശ്വരനേ. ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എൻ്റെ അച്ഛനാണ്. ആദ്യത്തെ പൂജാരി അദ്ദേഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂന്നാമത്തെ ജ്യേഷ്ഠനാണ് പിന്നെ അടുത്തിവിടെ പൂജാരിയായിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം പിന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു ഇവിടുത്തെ പൂജാരി. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇതിൻ്റെ പൂജാതി കർമ്മങ്ങൾ
ചെയ്യുന്നത് ഞാനാണ്. അപ്പം ഞങ്ങൾ പാരമ്പര്യമായി ഇതിൻ്റെ തലമുറ അനുസരിച്ചിട്ടുള്ള പൂജാതി കർമ്മങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവൻ എന്ന് പറയുന്നത് ആയിരവില്ലി തമ്പുരാനും തമ്പുരാട്ടിയുമാണ്. അതിൻ്റെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്ര നിലനിർത്തുന്ന മൂർത്തിയും അതുപോലെ തന്നെ യോഗീശ്വരനാണ്. അതുപോലെ ഈ ചിറ്റിപ്പാറയിൽ ഏറ്റവും വലിയ സാന്നിധ്യം എന്ന് പറയുന്ന ശ്രീ ഹനുമാനാണ്. അതുപോലെ തന്നെ യോഗീശ്വരൻ, മന്ത്രമൂർത്തി, നിധിഭൂതം, ഗണപതി, കരിങ്കാളി, മല്ലങ്കരിങ്കാളി, മാടൻ തമ്പുരാൻ, മുത്തന്മാർ, യക്ഷിയമ്മയും നാഗരും ഒക്കെ വളരെ ശക്തിയായി തന്നെ കുടികൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ചിറ്റിപ്പാറ എന്ന് പറയുന്നത്. ഒരുപാട് മലദേവന്മാരുടെ ഒരു കേന്ദ്രമാണ്. ഞാനൊക്കെ ചെറുതിലെ ഇപ്പോഴും അത് കാണുന്നുണ്ട്. കാരണം നമ്മളെ ഇവിടെ ഈ കാണുന്ന ചിറ്റിപ്പാറയുടെ മണ്ടയിൽ നിന്ന് പന്തം ഉയർന്നു പോയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ഈ പന്തം നമ്മൾ ചിറ്റിപ്പാറയിലേക്ക് വരുന്നത് അത് ഞങ്ങൾ വിശ്വസിച്ച് വരുന്ന ദേവന്മാർ യാത്ര ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത്. ഇപ്പോഴും പല ആളുകൾക്ക്, ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ് ഈ ചിറ്റിപ്പാറയിൽ നിന്ന് രാത്രി കാലങ്ങളിൽ വെളുപ്പാങ്കാലത്തൊക്കെ പന്തം ഉയർന്നു പോയിട്ട് ഇത് അക്കരെ കാണുന്ന കുന്നിലേക്ക് പോകുന്നു. പല സ്ഥലങ്ങളിലേക്കും പല ക്ഷേത്രങ്ങളിലേക്കും ഇവിടുന്ന് ഈ പന്തം ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ രാത്രി കാലങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ തന്നെ മണിയടിക്കുന്ന ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കും. അതുപോലെ നമ്മൾ പൂജാതി കർമ്മയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിനകത്ത് തന്നെ സർപ്പം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ചിറ്റിപ്പാറ ആയിരവില്ലി തമ്പുരാൻ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠകളെന്ന് പറയുന്നത് ഗോത്രാചാര പ്രകാരം ഞങ്ങളെ കല്ലുകൊണ്ടുള്ള ചെറിയ ശില്പങ്ങളാണ് സ്ഥാപിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക പ്രതിഷ്ഠകളില്ല. ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള പ്രതിഷ്ഠകളാണ് സങ്കല്പമായി നമ്മൾ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര ഭരണസമിതി 7 പേരടങ്ങുന്ന ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണസമിതി. ഉത്സവങ്ങളെല്ലാം ട്രസ്റ്റിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും കല്യാണ മണ്ഡപം അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലേക്ക് നമ്മുടെ ട്രസ്റ്റ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ടൂറിസ്റ്റ് പ്ലേസാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്ത് വന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തി വരികയാണ്. പിന്നെ നമ്മുടെ ഇവിടെ പൂജ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ്. ഇതുവരെയായിട്ട് ഇവിടെ കറണ്ട് എത്തിയിട്ടില്ല. അതുപോലെ വെള്ളത്തിന് ഉള്ള സൗകര്യക്കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ക്ഷേത്ര കമ്മിറ്റി തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള പൂജ ഞായറാഴ്ച ദിവസങ്ങളിലും ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിശേഷാൽ ദിവസങ്ങളിലും അതുപോലെ തന്നെ 1-ാം തീയതി ദിവസങ്ങളിലും ഒക്കെ ഇവിടെ ക്ഷേത്രം തുറന്ന് പൂജകൾ നടത്തുന്നതാണ്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രശ്നവിധി പ്രകാരമുള്ള കാര്യങ്ങളും ഒക്കെ ഈ ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നുണ്ട്. പലരും പല നേർച്ചകളുമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടു. തോട്ടുമുക്കിലാണ് താമസം. വർഷങ്ങളായി അമ്മ ഇവിടെ സ്ഥിരം വരാറുണ്ട്. അപ്പോൾ അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ ഇവിടെ പണ്ട് വന്നപ്പോൾ ഈ കാണുന്ന അമ്പലമാണ്, ചെറിയ അമ്പലമല്ലേ? ചെറുതായിരുന്നു. ചെറുതോട് ശരിക്കും ഇങ്ങനെ നടന്ന് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നല്ല സമയത്ത് വരുമായിരുന്നു. കഞ്ഞി സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്. കുറച്ച് കാലം കൊണ്ട് ഇടയ്ക്ക് വെച്ച് വരാൻ പറ്റൂലായിരുന്നു. ഒരു തോന്നലാണ്. ഒരു 10 വർഷം കൊണ്ട് നല്ല രീതിയിൽ ആൾക്കാർ വരികയും പോവുകയും പൊങ്കാലിയെല്ലാം ഉണ്ട്. എനിക്ക് 86 വയസ്സായി. ഇപ്പോഴും എനിക്ക് ഇവിടെ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം സമാധാനമുണ്ട്. നമ്മളെ മനസ്സിൽ നല്ലായിരിക്കും സമാധാനമുണ്ട്. ഇതിൽ നിന്നും ഒരു 200 മീറ്റർ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ചിറ്റിപ്പാറയുടെ നെറുകയിലെത്താം. വ്ളോഗർമാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ചിറ്റിപ്പാറ. ചിറ്റിപ്പാറയുടെ വീഡിയോ മുമ്പ് ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ ചിറ്റിപ്പാറ പെട്ടെന്നൊന്ന് പോയി കണ്ടിട്ട് വരാം.
കുറേ ആൾത്തറകളുണ്ട്. ഇവിടെ ഇപ്പോൾ പുതിയൊരു ആൾത്തറ പണിതുകൊണ്ടിരിക്കുകയാണ്. മാടൻ തമ്പുരാനും യക്ഷിയമ്മയും. ഈ പണി ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം. ശിവൻകുട്ടി എന്നാണ് പേര്. പൊടിയക്കാലയാണ്. അപ്പോൾ പുള്ളിയോട് തന്നെ ചോദിക്കാം. തേഞ്ഞ ഇവിടുത്തെ ഒരു വിശ്വാസി കൂടെയാണ്. ഇവിടെ എന്താണ് ഈ ജോലികൾ ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യവും ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ എന്താണ്? നല്ല അനുഭവം പറയാനുള്ളൂ. ഇവിടെ 4-5 വർഷം കൊണ്ട് ഇവിടെ ഫസ്റ്റിൽ ഇവിടെ ഭയങ്കര ഗാവായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിലെ മോഹനൻ എന്ന് പറയുന്ന എൻ്റെ ഒരു അണ്ണൻ പറഞ്ഞ് പണിക്ക് വരണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ ബസ്സിൽ വരണം. അങ്ങനെ വന്ന് ഇവിടെ ഞാൻ ഒരു 4-5 വർഷം കൊണ്ട് ഇവിടെ തന്നെയാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ മോഹൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് വണ്ടി എടുക്കണം, ലോൺ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ തമ്പുരാൻ വിചാരിച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്കൊരു വണ്ടി എടുക്കാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഒരു ലോണിന് ഒരു ഇത് കൊടുത്ത് പറഞ്ഞതിന് മുമ്പ് എനിക്ക് ലോൺ പാസ്സായി. അങ്ങനെ ഞാനും അണ്ണനും കൂടെ പോയി എനിക്കൊരു സ്കൂട്ടി വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കാര്യം ഇത് തമ്പുരാൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇന്നുവരെ ആയിട്ടും ഇവിടെ പറഞ്ഞതിൽ നല്ല അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലും എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും ഈ സമയം ഞാൻ ഈ തമ്പുരാൻ്റെ നടയിൽ തന്നെ ഉണ്ട്. ഒരുപാട് ഭക്തിയോടെ ആൾക്കാരൊക്കെ വരുന്ന ക്ഷേത്രമാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. നമ്മളെല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരും. എൻ്റെ വീട് തൊട്ട് താഴെ തന്നെയാണ്. ഞാനങ്ങനെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടില്ല. എനിക്ക് കാലിൽ ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിയുണ്ട്. എനിക്ക് അങ്ങനെ കയറി വരുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ വരില്ല. ഇപ്പം പിന്നെ എനിക്ക് ഓടുന്നുണ്ട്. ഞാൻ വന്ന് 2 പ്രാവശ്യം ഞാൻ വന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ വിചാരിച്ചു ദൈവമേ ഇത്രയും കയറ്റം എൻ്റെ വണ്ടി കയറുമോ, ഞാൻ ഇറങ്ങി പോകാൻ പറ്റുമോ. പക്ഷേ എന്തോ ഞാൻ തമ്പുരാനെ വിളിച്ച് ഇറങ്ങി പോവുകയും ചെയ്തു. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. തമ്പുരാൻ അനുഗ്രഹിച്ച് ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും. ഞങ്ങൾ ഒരുപാട് വർഷം കൊണ്ട് ഇവിടെ വരുന്നതാണ്. നേരത്തെ ഇപ്പോഴൊന്നുമില്ല. അമ്മ നേരത്തെ എത്രയോ വർഷത്തിന് മുമ്പേ അമ്മ ഇവിടെ വരുന്നത് നടന്നു വന്നുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ. ഇപ്പോഴാണ് ഈ റോഡും ഇതുമെല്ലാം ആയത്. കഴിഞ്ഞ വർഷം വന്ന് പൊങ്കാലയിട്ട് അതിൻ്റെ അങ്ങ് വർഷം വന്ന് ആവശ്യം പോലെ ആൾക്കാർ പൊങ്കാലയ്ക്ക് നല്ല ആളാണ്. വിളിച്ചാവിളി കേൾക്കുന്ന ക്ഷേത്രമാണ്. നല്ല വിശ്വാസമുള്ള അമ്പലമാണ്. എല്ലാവർക്കും ഇവിടെ കൊണ്ടുവന്ന് ഒരുപാട് ജോലിയായാലും എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അറിവായ കാലം തൊട്ട് നമ്മളെ കുടുംബ അമ്പലമാണിത്. നാട്ടുകാരായാലും നമുക്കായിരുന്നാലും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു അമ്പലമാണ് ചിറ്റിപ്പാറ ക്ഷേത്രം എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പറഞ്ഞാലും വിളി കേൾക്കണ ഒരു അമ്പലമാണ് ചിറ്റിപ്പാറ ക്ഷേത്രം. ഹിന്ദുക്കളല്ലാത്ത ആൾക്കാർ പോലും ഇതിനകത്ത് വന്ന് പൊങ്കാല ഇടട്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ചിറ്റിപ്പാറ ക്ഷേത്രം. പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ഈ സ്ഥലം തന്നെ കാണാൻ ഒരു ഐശ്വര്യമുള്ള സ്ഥലമാണ്. കലത്തിൽ പൊങ്കാല 10,000 കലത്തിൽ പൊങ്കാല മഞ്ഞു പൊഴിയും മാമല മുകളിൽ തിരുവാതിര നാളിൽ മംഗമാർ അർപ്പിക്കുന്നു 1000 കലത്തിൽ പൊങ്കാല 10,000 കലത്തിൽ പൊങ്കാല മൺകലത്തിൽ തിളതിളയ്ക്കും പൊങ്കാല മൺകലത്തിൽ. അപ്പോൾ ചിറ്റിപ്പാറ ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചിറ്റിപ്പാറയുടെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടേക്ക് എത്തേണ്ട ദൂരം കൂടെ പറയാം. ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത ടൗണ് വിതിരയാണ്. 5.6 കിലോമീറ്ററാണ് വിതിരയിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം. പിന്നെ അടുത്ത് വന്നിട്ട് ആര്യനാട് ജംഗ്ഷനാണ്. ആര്യനാട് 11 കിലോമീറ്റർ ഉണ്ട്. പാലോട് വന്നിട്ട് 16 കിലോമീറ്റർ ഉണ്ട്. നെടുമങ്ങാട് വന്നിട്ട് 13 കിലോമീറ്റർ ഉണ്ട്. കാട്ടാക്കടയ്ക്ക് ഇവിടെ നിന്ന് 21 കിലോമീറ്റർ ഉണ്ട്. തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഇവിടെ നിന്ന് 31 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വരേണ്ടവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദൂരം കൂടെ പറഞ്ഞത്. ടൂറിസ്റ്റുകളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചിറ്റിപ്പാറയിലേക്ക്. ചിറ്റിപ്പാറ കാണാനെത്തുന്നവർ ഇവിടെ കൂടെ കയറി ആയിരവല്ലി തമ്പുരാനെ കാണുക, ആ നടയിലൊന്ന് തൊഴുതിട്ട് പോവുക. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.